ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ക്രൈസ്റ്റ് സെൻറ്റേഡ് ചർച്ചിൻ്റെ ഈ ദൃശ്യ പ്ലാറ്റ്ഫോമിൽ നമ്മോട് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ഡോക്ടർ ജോൺസൺ തോമസ് കുട്ടി അവറുകളാണ്. അദ്ദേഹം ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതനും യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലൂർ ഇന്ത്യയിൽ അവിടുത്തെ അധ്യാപകനും ഈ കാലഘട്ടത്തിലെ നല്ല പ്രാസംഗികനും നല്ല തിരുവചന വ്യാഖ്യാതാവും ഇതിലൊക്കെ ഉപരി നല്ല എഴുത്തുകാരനുമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ തീം ഓർഡിനറി പീപ്പിൾ എക്സ്ട്രാ ഓർഡിനറി കോളിംഗ്, സാധാരണ ജനം അസാധാരണ വിളി. ഈ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ അല്പനേരം സംവദിക്കുവാനായി പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ റവറൻ ജോൺസൺ തോമസ് കുട്ടി അവരുകളെ ക്രൈസ്റ്റ് സെൻറ്റേഡ് ചർച്ചിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സാറേ വളരെ സന്തോഷം. തുടർന്ന് സാറിന് ഉള്ള സമയങ്ങളാണ്. പ്രാരംഭത്തിൽ തന്നെ സാർ പറഞ്ഞു 1000 ദൈവവചന ശകലങ്ങൾ സാറ് മെമ്മറൈസ് ചെയ്തു അല്ലേ. അതൊക്കെ വളരെ സന്തോഷം തരുന്നതാണ്, വളരെ പ്രചോദനം തരുന്നതാണ്. സാറേ, ഈ ഒരു വിശ്വാസ യാത്രയിൽ സാറിന് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ സാറിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തോടോ അല്ലെങ്കിൽ ദൈവവചനത്തോടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം സാറിന് പറയാനുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ട ഒരു സന്ദർഭമാണ്. ഞാനൊരു സാധാരണക്കാരൻ. ആ സാധാരണ നിലയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നോട് ഇടപെട്ടു എന്ന് സാറിന് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വല്ലതും ഉണ്ടെങ്കിലെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. So thank you so much, sir. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ 3-ാമത്തെ വയസ്സിൽ ഞാൻ സൺഡേ സ്കൂൾ പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് വയസ്സ് 53 ദാറ്റ് മീൻസ് അബൌട്ട് 50 years I was learning ബൈബിൾ. വേദപുസ്തകം എന്നെ വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടും സദാചാരപരമായിട്ടും സ്വാധീനിച്ച ഏറ്റവും വലിയ മഹത് ഗ്രന്ഥമാണ്. സോ സൂൺ ആഫ്റ്റർ മൈ ഡിഗ്രി സ്റ്റഡീസ് എൻ്റെ ബൈബിളിലുള്ളതായ അഭിനിവേശം, അതിൻ്റെ ലവ് സെൻറ്റേർഡ് എത്തിക്സ്, ജീസസ് എന്ന ദൈവപുരുഷന്റെ സാമൂഹിക ഇടപാടുകൾ, ഇതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ച ഘടകങ്ങളാണ്. ഇപ്പൊ വിശ്വാസം സഭയുടെ 4 ചുവരുകൾക്കുള്ളിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നല്ല. വിശ്വാസം ഒരു വ്യക്തിപരമായിട്ടുള്ളതായ അഫെയർ അല്ല എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൺസ്ട്രക്റ്റീവ് ഇടപെടൽ നടത്തുവാൻ ഉപാധിയാണ് വിശ്വാസം. ഓക്കെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഇടപെടൽ നടത്തുവാൻ ഉപോത്ബലകമായ ഒരു പ്രേരക ശക്തിയാണ് നമ്മളിൽ അർപ്പിച്ചിരിക്കുന്നതായ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം നമ്മുടെ സെൽഫ് ബെനഫിറ്റിന് വേണ്ടിയുള്ളതല്ല. വിശ്വാസം മറ്റുള്ളവരെ മോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. സോ ഞാനും അവരും എന്നുള്ള വകഭേദം നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ വി ആൻഡ് അതേഴ്സ്, ഇത് ഈ വകഭേദം എന്താണ്? സമൂഹത്തെ ഭേദിക്കുന്നതാണ്. യേശുവിൻ്റെ തിയോളജി അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ദളിത്സ്, വിമൺ, ട്രൈബൽസ്, all should come in our priority. Okay, that should be prioritized. As a Christian, I am against denominationalism and religious discrimination, even social discrimination. So സ്നേഹത്തിലൂന്നിയുള്ള എല്ലാവരെയും യേശുവിൽ ഒന്നായി കാണുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. ഈ ചിന്തകളിൽ ഊന്നിയാണ് ഞാൻ തിയോളജി പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതും. ഇപ്പൊ ദൈവസ്നേഹം എല്ലാ ബൗണ്ടറീസിനെയും മറികടക്കുന്നതാണ്.
ഇപ്പൊ പാസ്റ്റിലെ നമ്മുടെ മിസ്റ്റേക്സിനെ മറന്ന് പ്രസന്റിൽ ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്താൽ വി ക്യാൻ ഹാവ് എ ഗ്രേറ്റ് വി ക്യാൻ ഹാവ് ഗ്രേറ്റ് ഫാമിലീസ്, ഗ്രേറ്റ് ചർച്ചസ് ആൻഡ് എ ഗ്രേറ്റ് ഇന്ത്യ. ഇപ്പൊ ഇങ്ങനെയുള്ളതായ ഒരു ചിന്താധാരയിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ടച്ചിങ് ആയിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. എൻ്റെ ചെറിയ പ്രായഘട്ടത്തിൽ പലപ്പോഴും ഞാൻ കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ ജനിച്ചു വളരപ്പെട്ടത്. ഈ സാഹചര്യങ്ങളൊക്കെയും കടന്നു പോകുമ്പോൾ ഒരു സൈഡിൽ സെക്കുലർ സ്റ്റഡീസ്, അനദർ സൈഡിൽ ഞാൻ സൺഡേ സ്കൂള്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു വാട്ട് ഈസ് ദാറ്റ് കോൾഡ് എ ഫെയ്ത്ത് ജേണി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ സാഹചര്യങ്ങളിൽ ഒരു പുതിയ രീതിയിൽ ചിന്തിക്കുവാൻ ഉള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. ഇല്ലായ്മയുടെ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും ഇല്ലായ്മ ഉള്ളത് കൊണ്ട് പലപ്പോഴും സഭകളിലും നമുക്ക് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടതായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ദാറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഈവൻ ഇൻ ദ മോസ്റ്റ് സ്പിരിച്വൽ സ്പേസസ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിറ്റി. ഈ ഡിസ്ക്രിമിനേഷൻസ് എല്ലാം ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതെന്ന് പറയുന്നത് ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതൽ ദൈവവചനത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തെ ഹൃദയസ്ഥമാക്കുകയും ഈ ദൈവവചനത്തിൽ ഊന്നി എൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുവാൻ ഇടയായി തീർന്നതുമാണ്. ഇപ്പൊ ഈ സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ മുന്നോട്ട് കടന്നു വന്നത്. ആയതുകൊണ്ട് ഒരു ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒരു ചെളിക്കുണ്ടിൽ വളരുന്നതായ ഒരു താമരയ്ക്ക് അതിൻ്റെതായ ഒരു ശോഭയുണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവം എന്നെ ഇത്രത്തോളം പരിപാലിക്കുവാനിടയായിത്തീർന്നു, ഇത്രത്തോളം പ്രശോഭിപ്പാനിടയായിത്തീർന്നു. ഐ ആം നോട്ട് പ്രൗഡ് ഓഫ് ദീസ് തിങ്സ്. എന്നാലും എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ഫാമിലി സിറ്റുവേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ വില്ലേജ് സെറ്റപ്പ് വേർ ഡിസ്ക്രിമിനേഷൻ ഈസ് പാർട്ട് ആൻഡ് പാഴ്സൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നത് എന്നെ യേശുക്രിസ്തുവിനോട് അടുക്കുവാൻ കൂടുതൽ പ്രേരിപ്പിച്ചു. ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാറേ, വളരെ സന്തോഷം. സാറ് എപ്പോഴും ഒരു വാക്ക് എടുത്തെടുത്ത് പറയാറുണ്ട്, തിയോളജി എന്ന്. അപ്പം സാധാരണ ആൾക്കാർ കേൾക്കുമ്പോൾ തിയോളജി എന്ന് കേൾക്കുമ്പോൾ അവരെന്തോ വലിയൊരു സംഭവമാണെന്ന് ധരിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിയോളജി എന്ന് പറയുന്നത്, ഇഫ് യു ബ്രിങ് ഗോഡ് ഇൻ ടു യുവർ നോർമൽ കോൺവെർസേഷൻ, ദാറ്റ് ബിക്കംസ് യുവർ തിയോളജി. ദൈവത്തെ നമ്മുടെ ഒരു സംഭാഷണത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ തിയോളജിയാണ്. സാധാരണ ദൈവദാസന്മാരൊക്കെ പറയുന്നത് ഞാൻ തിയോളജി ഒന്നും പ്രസംഗിക്കാറില്ല. പക്ഷേ അത് അപ്പോഴാണ് ഞാനിതിന് മറുപടി ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ദൈവത്തെ നമ്മുടെ ഒരു ചെറിയ സംസാരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് അവർ തിയോളജി. അപ്പോൾ സാറിന് തിയോളജിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താണ്? ലൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പലരും തിയോളജിക്കൽ എഡ്യൂക്കേഷനോടും തിയോളജിയോടും ഒക്കെ ഒരു വ്യത്യസ്തമായ നിലപാട് പുലർത്തുന്നത്. പലർക്കും പല നെഗറ്റീവ് അപ്രോച്ചാണ്. സാറിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു സർ. ക്വസ്റ്റ്യന് വളരെയധികം സന്തോഷം. ഞാൻ തിയോളജിയെ കാണുന്നത് സിംപ്ലി ഗോഡ് ടോക്ക്. തിയോളജി എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ there comes തിയോളജി എന്ന് പറഞ്ഞാൽ ആരെല്ലാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, ആരെല്ലാം ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നുവോ, ആരെല്ലാം ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുവോ, ആരെല്ലാം ദൈവത്തെ തങ്ങളുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നുവോ, അവരെല്ലാം തിയോളജിയൻസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ തിയോളജി കടന്നു വരുന്ന ഇവിടുന്ന ഗ്രാസ് റൂട്ടിൽ നിന്ന്
പീപ്പിൾസ് റിയാലിറ്റി എന്ന്, മനുഷ്യരുടെ എന്താണ് അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെതായ സ്ട്രഗിൾസിൽ നിന്നാണ് തിയോളജി കടന്നു വരുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി, ജോൺ ചാപ്റ്റർ 21 അധ്യായത്തിലെ എന്താണ് ഈ മുക്കുവ, അവര് രാവന്തിയോളം ഒക്കെ വല വീശി, എന്നിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. അപ്പൊ അത് ഞാന് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഈ നീണ്ടകര എന്ന് പറയുന്നതായ സ്ഥലത്ത് കടന്നുപോയി അവിടുത്തെ മുക്കുവരുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുവാനും അതുമായിട്ട് താതാത്മ്യപ്പെടുത്തി ഈ ജോൺ ചാപ്റ്റർ 21 ഫ്രസ്ട്രേറ്റഡ് ഡിസൈപ്പിൾസിൻ്റെതായ അനുഭവത്തെ റിലേറ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഇപ്പൊ ഈ നീണ്ടകരയിലുള്ളതായ ജനങ്ങൾ എന്ന് പറയുന്നത് അവരെല്ലാവരും ഒരർത്ഥത്തിൽ ഒന്നുകിൽ ഹിന്ദു വിശ്വാസമുള്ളവരാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസമുള്ളവരാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക് വിശ്വാസമുള്ളവരാണ്. അവരെല്ലാവരും ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് കടലിലേക്ക് കടന്നു പോകുന്നത്. സോ ദേ ഹാവ് ഗോഡ് കോൺഷ്യസ്നെസ്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അപ്പൊ അവരുടെ റിയാലിറ്റിയിലേക്ക് കടന്നു എന്ന് തിയോളജി ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. ഓക്കെ, ഇൻ ദാറ്റ് സെൻസ് തിയോളജി ഈസ് സിംപ്ലി ഗോഡ് ടോക്ക്. എന്നാൽ പലരും തിയോളജി എന്ന് പറയുമ്പോൾ അഫ്രൈഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തിയോളജിയൻസ് ആർ നോട്ട് അക്സസിബിൾ ടു ദ ഓർഡിനറി റിയാലിറ്റീസ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ തിയോളജിക്കൽ സെമിനാരീസിന്റെ ഈ ഗ്രാസ് റൂട്ട് ലെവൽ തിയോളജീസിന് ഞങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. മുക്കുവ കോണ്ടെക്സ്റ്റ്, സ്ട്രഗിൾസ് ഓഫ് വിമൺ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡവറി ആൻഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദളിത് റിയാലിറ്റീസ്, പാവപ്പെട്ടവനെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായ തിയോളജി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ മദർ തെരേസ വാസ് എ ഗ്രേറ്റ് തിയോളജിയൻ. മദർ തെരേസ വാസ് ഇൻവോൾവിങ് ഓർഡിനറി റിയാലിറ്റീസ് ഓഫ് ദ കൽക്കട്ട സ്ട്രീറ്റ്സ്. അവര് ദൈവത്തെ ലവ് എന്ന് പറയുന്ന ഫീലിംഗിലൂടെ മനുഷ്യരുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുവാൻ ശ്രമിച്ചു. ദേർ വി സി തിയോളജി. അതാണ് എൻ്റെ തിയോളജിയെ കുറിച്ചുള്ള പെർസെപ്ഷൻ. തിയോളജി എപ്പോഴും കടന്നു വരുന്നത് ഓർഡിനറി റിയാലിറ്റീസിൽ നിന്നാണ്. തിയോളജി എപ്പോഴും കടന്നു വരുന്നത് സാധാരണക്കാരുടെ ദൈവത്തെക്കുറിച്ചുള്ളതായ ചിന്തകളിൽ നിന്നും ദൈവത്തെക്കുറിച്ചുള്ളതായ അവരുടേതായ കൺസെപ്റ്റ്സിൽ നിന്നുമാണ് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. താങ്ക് യു സാർ. താങ്ക് യു സാർ. വളരെ വളരെ ഡെപ്തായിട്ടുള്ള ഒരു റിഫ്ലക്ഷനാണ്. താങ്ക് യു സോ മച്ച്. പാസ്റ്റേഴ്സിന് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ വേണമെന്നതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? പല സാഹചര്യത്തിലും പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ പശ്ചാത്തലത്തിൽ പല ദൈവദാസന്മാർക്കും ഞാൻ കണ്ടിട്ടുള്ളത് അതിനെക്കൊണ്ടൊരു പലർക്കും പല ഒരു വിരക്തിയാണ് ചിലവർക്കൊക്കെ. അപ്പം ഈ പാസ്റ്റേഴ്സ് തിയോളജിക്കലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്നതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു ചിന്തയും അഭിപ്രായവും എന്താ? താങ്ക് യു സോ മച്ച് സാർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 2 വർഷക്കാലം ഹരിയാനയിലുള്ളത് ഫരീദാബാദിൽ വർക്ക് ചെയ്യുവാനിടയായി തീർന്നു. അവിടെ ഒരു ബൈബിൾ ട്രെയിനിങ് സെന്ററിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഞാൻ അവിടുത്തെ ചർച്ചകളിലൊക്കെ ഇൻവോൾവ്ഡ് ആയിരുന്നു. ഞാൻ അവിടെ കണ്ടത് പല പാസ്റ്റേഴ്സിനും എന്തില്ല, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഇല്ല. എന്റെ പെർസെപ്ഷനിൽ ഐ ഇൻക്ലൂഡ് എവരിബഡി, വെദർ യു ആർ തിയോളജിക്കലി നോട്ട് equipped or theologically equipped. Some are privileged to have theological education. Some do not have the privilege to have theological education. എന്നാൽ അവരെക്കുറിച്ച് ഞാൻ കാണുന്നത് ഈ തിയോളജിക്കലി എക്വിപ്ഡ് അല്ലാത്ത പീപ്പിള്, ദേ ആർ ഡൂയിങ് ഗ്രേറ്റ് വർക്ക് ടു. അവർ ചർച്ച് ഫൗണ്ട് ചെയ്യുന്നുണ്ട്, അവര് ഗ്രേറ്റ് ലീഡർഷിപ്പ് കാഴ്ചവെക്കുന്നുണ്ട്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്ന അവർക്ക് തിയോളജിക്കൽ എഡ്യൂക്കേഷനോട് ഉണ്ടായിരുന്നെങ്കിൽ they would have done even more better. എസ്പെഷ്യലി നമ്മുടെ
ദൈവവചന ടീച്ചിങ് കടന്നു വരുമ്പോൾ, ദൈവവചനം സംസാരിക്കുന്നത് കടന്നു വരുമ്പോൾ, പ്രസംഗങ്ങൾ കടന്നു വരുമ്പോൾ, അതോടൊപ്പം തന്നെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ഒരു പ്രത്യേക ഷേപ്പ് വരുവാനിടയായിത്തീരും. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പ് പല തിയോളജിയൻസ് അല്ലാത്ത ശുശ്രൂഷകർക്കും ഇല്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചർച്ചുകളിൽ സാധാരണയായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഒരു തീം എടുത്തിട്ട് ബൈബിളിന്റെ ബിഗിനിങ്ങിൽ ജനസിസ് ടു റെവലേഷൻ ഓടുന്നതാണ് പ്രസംഗം. എന്നാൽ ഒരു തിയോളജിയൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവനൊരു പാസേജ് എടുത്ത് അല്ലെങ്കിൽ ഒരു വേദഭാഗം എടുത്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുവാനുള്ളതായ പ്രത്യേക കഴിവുകളുണ്ട്. അത് തിയോളജിക്കൽ എഡ്യൂക്കേഷനിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ബൈബിൾ കോളേജ് സ്റ്റഡീസിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഈസ് എ റിക്വയർഡ് ആസ്പെക്ട്. എന്നാൽ അതേ സമയത്ത് ഞാൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ ഒരു തിയോളജിയനാണ്. താങ്ക് യു. ദാറ്റ്സ് വണ്ടർഫുൾ. താങ്ക് യു സാറേ. സാർ, ഈ അധ്യാപകനായി മാറാനുണ്ടായ കാരണം എന്താ? അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ അതിനോട് ചേർന്നൊരു ചോദ്യം. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയ തൻ്റെ കുഞ്ഞിലെ തൊട്ടേ ആ ഒരു വിശ്വാസം സാറിനുണ്ട്. ഈ വിശ്വാസയാത്രയിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ? താങ്ക് യു സോ മച്ച്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞാൽ. സാറ് ഈ അധ്യാപകനായി മാറാനുണ്ടായ കാരണം, അതായത് ഇപ്പം നല്ല ദൈവവചനം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അനേകർക്ക് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന നല്ലൊരു ടീച്ചറാണ് സാറ്. ആ ഒരു കോള്, ആ ഒരു വിളി, ആ ഒരു മിനിസ്ട്രിയിലേക്ക് വരാൻ കാരണം എന്താ? താങ്ക് യു സോ മച്ച്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം, ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ബൈബിൾ പഠിച്ചു സൺഡേ സ്കൂളിൽ. ദാറ്റ് മീൻസ് അറ്റ് ദി ഏജ് 3 മുതൽ 15 വരെ ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചു. 15-ന് ശേഷം ഏകദേശം 5 വർഷക്കാലത്തോളം ഞാനൊരു ബൈബിൾ ടീച്ചറായിരുന്നു. ഈ ബൈബിൾ ടീച്ചിങ്ങിനോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്നെ അറിയപ്പെടുന്നത്, എൻ്റെ അതർ പേരാണ്, നാട്ടിലെ പേര് ഷാജി എന്നാണ്. എൻ്റെ നാട്ടിൽ എന്നെ അറിയപ്പെടുന്നത് ഷാജി സാർ എന്നാണ്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ അനേക വീടുകളിൽ കിടന്ന് ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ കൊച്ചിലെ മുതൽ ബൈബിൾ പഠിപ്പിച്ചും കുട്ടികളുടെ പാഠങ്ങൾ പഠിപ്പിച്ചും എൻ്റെ ഉള്ളിൽ ടീച്ചിങ്ങിനോടുള്ളത് ഒരു അഭിനിവേശമുണ്ടായി. അത് ലേറ്റർ ഓൺ ഡെവലപ്പ് ചെയ്ത് എൻ്റെ ശുശ്രൂഷ മേഖലയിലും അത് കൂടുതലായിട്ട് പ്രതിഫലിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചത് മൂലമാണ് എൻ്റെ ഈ ടീച്ചിങ്ങിനോടുള്ളതായ. അതുപോലെ തന്നെ യേശുക്രിസ്തു ഒരു വലിയ ടീച്ചറായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ ടീച്ചറായിരുന്നു. അപ്പൊ അവരുടെ ആ ടീച്ചിങ് മെത്തേഡ്സ്, ഹൗ ദേ വെയർ ഇൻഫ്ലുവൻസിങ് ദ ഡിസൈപ്പിൾസ്. അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ടീച്ചർമാരെല്ലാവരും ഈ പെരിപ്പാറ്റേറ്റിക് സ്റ്റൈലാണ് ഫോളോ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ടീച്ചർ വോക്ക് ചെയ്യും, അതിനോടൊപ്പം സ്റ്റുഡൻസും വോക്ക് ചെയ്യും. ഈ ക്ലാസ് റൂം ടീച്ചിങ് ഇല്ല. യേശുക്രിസ്തു അപ്രകാരമുള്ളതായ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തത്. ഹി വാസ് വോക്കിംഗ് ആൻഡ് ദ സ്റ്റുഡൻസ് വെയർ ഓൾസോ വോക്കിംഗ് വിത്ത് ഹിം. ഇപ്പൊ ഇന്ത്യൻ ടീച്ചേഴ്സിനെ എടുത്താൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലൊക്കെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഹിന്ദു പുരാണങ്ങളിലുള്ളതായ ടീച്ചേഴ്സും they were walking. The teacher of Pandavas and Kauravas, he was walking with them and teaching them. അപ്പോൾ ഈ ടീച്ചിങ് എല്ലാം നടക്കുന്ന ഓർഡിനറി സിറ്റുവേഷൻസിലാണ്. ഓക്കെ, യേശുക്രിസ്തുവിന്റെ ടീച്ചിങ് എടുത്ത് നോക്കിയാൽ പാരബിൾസ്, ദ ഓർഡിനറി സിറ്റുവേഷൻസ് ഓഫ് വാട്ട് ഈസ് ദാറ്റ് ഡിസീസ് ആൻഡ് ഹീലിംഗ്. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ടീച്ചിങ് പ്രോഗ്രസ് ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ എൻ്റെ ഗ്രോണപ്പ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ടീച്ചിങ് പലപ്പോഴും ക്ലാസ് റൂമിലാണെങ്കിലും
എൻ്റെ ഒരു പ്രത്യേക താല്പര്യം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ളതായ സ്റ്റുഡൻസിനെയും പഠിപ്പിക്കുവാനുള്ളതായ ഒരു കഴിവ് ഞാൻ അക്വയർ ചെയ്തിട്ടുണ്ട്. ഈവൻ ടുഡേ ഐ ക്യാൻ ടീച്ച് സൺഡേ സ്കൂൾ, VBS, ഓൾഡ് ഏജ് പീപ്പിളെ ടീച്ച് ചെയ്യുവാനുള്ളതായ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. യങ് പീപ്പിളിനെ ടീച്ച് ചെയ്യുവാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ളതായ ആൾക്കാരെ ടീച്ച് ചെയ്യുവാനുള്ളതായ ഒരു കഴിവ് ദൈവം എനിക്ക് നൽകി തന്നു. അത് ഞാൻ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്നു. ആയതുമൂലമാണ് ഞാൻ ആ ഫീൽഡ് പ്രത്യേകമായിട്ടും തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നത്. ഓ, ദാറ്റ്സ് വണ്ടർഫുൾ. ദാറ്റ്സ് എക്സൈറ്റിംഗ്. സാർ അതുപോലെ തന്നെ സാർ നല്ലൊരു എഴുത്തുകാരനാണ്. ഒരുപാട് ലേഖനങ്ങൾ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒത്തിരി അക്കാഡമിക് ആർട്ടിക്കിൾസ് സാർ എഴുതിയിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ബുക്സുകൾ എഴുതിയിട്ടുണ്ട്. സാറ് ഒരു അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ, സാറ് നല്ലൊരു വ്യാഖ്യാതാവായിരിക്കുമ്പോൾ തന്നെ സാർ നല്ലൊരു എഴുത്തുകാരനുമാണ്. ഈ എഴുത്തുകാരൻ എന്നുള്ള ആ ഒരു ഗിഫ്റ്റ്, ആ ഒരു ടാലൻറ്റ് സാർ എങ്ങനെ ഡിസ്കവർ ചെയ്ത്? സോ താങ്ക് യു സോ മച്ച് സാർ. എൻ്റെ തുടക്കകാലം മുതലേ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്ത 3 മിനിസ്ട്രീസ് ആണ്. 1 ടീച്ചിങ് മിനിസ്ട്രി, 2 പ്രീച്ചിങ് മിനിസ്ട്രി, 3 എഴുത്തുകാരൻ്റെ നിലയിലുള്ളതായ മിനിസ്ട്രി. ഇപ്പൊ ടീച്ചിങ്ങിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ 5 ദിവസം വീക്ക് ഡേയ്സിൽ കോളേജിൽ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് വീക്കെൻഡിലേക്ക്. ഗോയിങ് ടു ദ ചർച്ചസ് ആൻഡ് പ്രീച്ചിങ്, ദാറ്റ് ഈസ് മൈ അനദർ പാഷൻ. അതോടൊപ്പം തന്നെ അക്കാഡമിക് റൈറ്റിംഗ്, എൻ്റെ ചെറിയ കാലഘട്ടം മുതലേ ഈ റൈറ്റിങ്ങിനുള്ളതായ ഒരു ഗിഫ്റ്റ് അത് ഞാൻ ചർച്ചയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. ഭാവനകൾ എഴുതുക, ഉപന്യാസം എഴുതുക, ചെറുകഥകൾ എഴുതുക, അങ്ങനെ ലേഖനങ്ങൾ എഴുതുക. ഇങ്ങനെയുള്ളതായ ഒരു ഗിഫ്റ്റ് ഞാൻ ചെറിയ പ്രായം മുതലേ തിരിച്ചറിഞ്ഞു എന്നിൽ. അത് ലേറ്റർ തിയോളജിക്കൽ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഐ ഹാവ് യൂസ്ഡ് ദാറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. അപ്പൊ ആ ഫീൽഡിൽ ഞാനിപ്പോൾ ഏകദേശം എല്ലാം കൂടെ ഒരു 16ഓളം പുസ്തകങ്ങൾ മോണോഗ്രാഫായിട്ടും എഡിറ്റഡ് വോള്യൂംസ് ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 200ഓളം 100 അക്കാഡമിക് ആർട്ടിക്കിൾസും 100 റിഫ്ലക്റ്റീവ് ആർട്ടിക്കിൾസും എഴുതിയിട്ടുണ്ട്. അത് ദൈവം ഒരു പ്രത്യേക ഗിഫ്റ്റ് എനിക്ക് തന്നതുകൊണ്ടാണ്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ചർച്ചിനെയാണ്. ചർച്ചാണ് എനിക്ക് ഈ ഗിഫ്റ്റുകളെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ളതായ പ്രത്യേക കഴിവ് നൽകുന്നത്. അല്ലാതെ ഞാൻ തിയോളജിയനായതിനു ശേഷമല്ല ഈ ഗിഫ്റ്റുകളെല്ലാം വന്നത്. ചർച്ചിൽ ഞാനൊരു എഴുത്തുകാരനായിരുന്നു, ചർച്ചിൽ ഞാനൊരു പ്രീച്ചറായിരുന്നു, ചർച്ചിൽ ഞാനൊരു ടീച്ചറായിരുന്നു. ദോസ് ഗിഫ്റ്റ്സ് ഐ ഫർദർ ഡെവലപ്ഡ് വെൻ ഐ കെയിം ടു തിയോളജിക്കൽ ഏരിയ. ഓ, ദാറ്റ്സ് വണ്ടർഫുൾ. അത് സഭ അല്ലെങ്കിൽ ചർച്ച് സാറിൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചു. സോ ചർച്ച് വാസ് ലൈക്ക് എ ഫോർമറ്റീവ് ട്രെയിനിങ് സെൻറ്റർ. സാറിന് ഒത്തിരി ഫോം ചെയ്തു അക്കാഡമിക്കലി, സ്പിരിച്വലി, പേഴ്സണലി, ഇൻ എവറി റെലംസ് ഓഫ് ലൈഫ്, അല്ലേ? ഒത്തിരി സ്വാധീനിച്ചു. ഇന്നത്തെ പല സഭകളെയും, ലോകത്തെ പല സഭകളെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് പല ചർച്ചസും റിലീജിയസ് ക്ലബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ സൺഡേ മാത്രം സഭയിൽ പോകുന്നവരുടെ ആ ഒരു എണ്ണത്തിലേക്ക് സഭ വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഘട്ടത്തിലാണ് സാറിനെ വളർത്തിയ സഭ എത്രമാത്രം സാറിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സാറിനെ നോക്കിയാൽ മതി. ദാറ്റ് റിയലി ഡിഫൈൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് സാറേ? അന്നത്തെ ആ ഒരു സഭാ പശ്ചാത്തലവും ഇന്നത്തെ ആ ഒരു സഭാ പശ്ചാത്തലവും തമ്മിൽ സാർ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ട്? ഞാൻ കാണുന്നത് ഇപ്പോൾ പല സഭകളും ഒരു റിലീജിയസ് ക്ലബ്ബായിട്ട് ചുരുങ്ങി സഭയിൽ പോകുന്ന തന്നെ കൂട്ടുകാരെ കാണാനും അവരെ ഒന്നിച്ച് കണ്ട് അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്ത് വീക്കെൻഡ് ട്രിപ്പ് പോകാനും മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്നു പോകുന്നു എന്നുള്ള ആ ഒരു പ്രവണത സഭയിലും പല
സഭയിലും കടന്നുകൂടെ. അത് പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളായിരിക്കുന്ന പലരുടെ ഇടയിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. അപ്പം അന്നത്തെ ആ ഒരു സഭാ പശ്ചാത്തലവും ഇന്നത്തെ ഒരു സഭാ പശ്ചാത്തലവും നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തത സാറ് കാണുന്നുണ്ടോ? ഞാൻ യൂഷ്വലി ചർച്ച്, ക്ലബ്ബ് ഇതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യാറുണ്ട്. എ ചർച്ച് does not exist for its members, but rather the church exists for the non-members. എന്ന് പറഞ്ഞാല് ഒരു സഭ നിലനിൽക്കുന്നത് അതിലെ മെമ്പേഴ്സിന് വേണ്ടിയല്ല, മെമ്പേഴ്സ് അല്ലാത്തവർക്ക് വേണ്ടിയാണ് സഭ നിലനിൽക്കുന്നത്. എന്നാൽ ഒരു ക്ലബ് എന്ന് പറയുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ മെമ്പേഴ്സിന് വേണ്ടിയാണ്. ഒരു ചർച്ച് അതിന്റെ മെമ്പേഴ്സിന് വേണ്ടി നിലനിൽക്കുവാൻ തുടങ്ങുമ്പോൾ അതൊരു ക്ലബായി മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ചർച്ച് നിലനിൽക്കേണ്ടത് നോൺ മെമ്പേഴ്സിന് വേണ്ടിയാണ്. ഇന്നത്തെ പാസ്റ്റേഴ്സിന് സഭയിലെ പ്രശ്നം തീർത്തിട്ട് പുറത്തു പോയി വർക്ക് ചെയ്യുവാൻ സമയമില്ല. സോ ഇൻ ദാറ്റ് കേസ് ദ ചർച്ച് ബിക്കെയിം എ ക്ലബ്. അതുപോലെ തന്നെ എൻ്റെ പാസ്റ്റർ പറഞ്ഞതുപോലെ സഭ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 3-ാമത്തെ വയസ്സ് മുതൽ 15-ാമത്തെ വയസ്സ് വരെ ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിന് വളരെ പ്രാധാന്യമില്ല, യൂത്ത്സിന് വളരെ പ്രാധാന്യമില്ല. എല്ലാ സഭകളും ഓൾഡ് പീപ്പിള് ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ സൺഡേ സ്കൂളിന് ഏകദേശം ഒരു ചെറിയ സഭയാണെങ്കിൽ 100ഓളം പേര്, സഭയിൽ ഉള്ളവരും അല്ലാത്തവരും കടന്നു വരും സൺഡേ സ്കൂളിൽ. ഓക്കെ, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവാനുള്ളതായ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സഭകളിൽ അതില്ല. ഓക്കെ, സൺഡേ സ്കൂളിന് പ്രാധാന്യമില്ല, യൂത്ത് മീറ്റിംഗ്സിന് പ്രാധാന്യമില്ല. ഉണ്ട്, പല സഭകളിലും ഉണ്ട്. എന്നാലും ആ പഴയ രീതിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം പ്രാധാന്യം ഇന്നില്ല. അതാണ് എനിക്കൊരു പറയാനുള്ളതായ ഒരു ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിന് വേണ്ടി ഒരു പ്രോഗ്രാമായിട്ടാണ്, മിനിസ്ട്രി എന്നതിലുപരി ഒരു പ്രോഗ്രാമായിട്ട് ചുരുങ്ങി കഴിഞ്ഞു അല്ലേ? അതാണോ സാർ ഉദ്ദേശിക്കുന്നത്? അപ്പം ഇങ്ങനെയുള്ളവർക്ക് എന്താ സാർ ഒരു സന്ദേശം കൊടുക്കുന്നത്? എന്താ ഇങ്ങനെയുള്ളവരോട് സാറിന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ബൈബിള് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, ഈ കാലഘട്ടത്തിൻ്റെ തിരുവചന വ്യാഖ്യാതാവ് എന്ന നിലയിൽ ഇവരോടുള്ള സാറിൻ്റെ ഒരു സന്ദേശം എന്തായിരിക്കും? So thank you so much, Pastor, for that very pertinent question. So ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സഭകൾ ഒന്നുകൂടെ ഓപ്പൺ ആവണം, ഇൻക്ലൂസീവ് ആവണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായി സഭ മാറണം. അവിടെ നമ്മൾ ആഭരണമിട്ടവർ, ആഭരണമിടാത്തവർ, കറുത്തവൻ, വെളുത്തവൻ, സ്ത്രീ, പുരുഷൻ, പണമുള്ളവൻ, പണക്കാരൻ, ഇങ്ങനെയുള്ളതായ വേർതിരിവുകളൊക്കെ നമ്മൾ ഒന്ന് മാറ്റിവെച്ച് സഭയെ ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുവാൻ കഴിഞ്ഞാൽ, ഓക്കെ, ഇന്നും നമുക്ക് അനേക ബാലന്മാരെയും ബാലികമാരെയും യുവാക്കളെയും നമുക്ക് മെനഞ്ഞെടുക്കുവാൻ കഴിയുകയും അവരൊക്കെയും സഭയ്ക്കും സമൂഹത്തിനും ഒരു വലിയ മുതൽക്കൂട്ടായി തീരുവാൻ ഇടയായി തീരുകയും ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. ആയതുകൊണ്ട് നമ്മുടെ ചർച്ചുകള് ക്ലബ്ബുകളായി കണ്ടിന്യൂ ചെയ്യുന്നത് നിർത്തണം. ലെറ്റ് ചർച്ച് ബി ചർച്ച് ആൻഡ് എ ക്ലബ് ബി എ ക്ലബ്. ചർച്ചുകൾ ഒരിക്കലും മെമ്പേഴ്സിന് വേണ്ടി നിലനിൽക്കാതെ നോൺ മെമ്പേഴ്സിന് വേണ്ടി നിലനിൽക്കുന്ന, മറ്റുള്ളവരെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാടുള്ളതായ ഒരു കമ്മ്യൂണിറ്റിയായി തീരുവാനിടയായി തീരുമാനം. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ ഗ്രേറ്റ് കമ്മീഷന്റെ മാഹാത്മ്യത കടന്നു വരുന്നത്. ഗോ ye into all the world, preach, teach, baptize in the name of Father, Son and Holy Spirit, and I will be with you until the end of the age. ആ മെസ്സേജിന്റെ പ്രാധാന്യത കടന്നു വരുന്നത് ചർച്ച് ഓപ്പൺ ആകുമ്പോഴാണ്. താങ്ക് യു, പാസ്റ്റർ.
സാർ ഉദ്ദേശിച്ച ചർച്ച് മസ്റ്റ് ബി എ വിറ്റ്നസിങ് കമ്മ്യൂണിറ്റി യെസ്. അതെ, താങ്ക് യു. അപ്പം സഭ ഒരു വിറ്റ്നസിങ് കമ്മ്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആ ഒരു ചിന്താധാരയിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരികയാണ്. സാറേ, സാറിൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഹൗ ഡിഡ് യുവർ സെൻസ് ഓഫ് പർപ്പസ് ഗ്രോ? അത് ജീവിത പശ്ചാത്തലത്തിൽ എങ്ങനെയാണത് വളർന്നത്? കുടുംബത്തിൽ, പഠിത്തത്തിൽ, പിന്നെ ശുശ്രൂഷയിലൊക്കെ. പിന്നെ സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചും എന്തെങ്കിലും സംസാരിക്കുവാനുണ്ടെങ്കിൽ അതും സംസാരിക്കാം. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. എൻ്റെ സെൻസ് ഓഫ് പർപ്പസ് എന്ന് ചോദിച്ചാൽ, ഐ ഹാവ് എ ഗ്രേറ്റ് വിഷൻ. ബൈബിൾ ഓറിയന്റഡ്നെസ് അതെൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ചപ്പാടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജിയൻ എസ്.കെ. ജോർജ് പറഞ്ഞു, ഗാന്ധിജി ആസ് എ ഹിന്ദു expelled the Christian British people from India by making use of Christian principles. അപ്പോൾ ആ ബൈബിളിന്റെ ആ ശക്തി നോക്കുക, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിന്റെ ആ ശക്തി നോക്കുക, ബിബ്ലിക്കൽ മെസ്സേജിന്റെ, ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സിന്റെ ആ സിഗ്നിഫിക്കൻസ് നോക്കുക. അപ്പോൾ ബൈബിളിൽ ഊന്നിയുള്ളതായ ഒരു സഭ, അതായിരിക്കണം നമ്മുടെ സഭ. ബിബ്ലിക്കൽ തിയോളജിയിൽ ഊന്നിയുള്ളതായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സഭകൾ, നമ്മുടെ സമൂഹങ്ങൾ. അങ്ങനെയുള്ളിടത്ത് ലിബറേഷൻ ഉണ്ട്, ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് സാർവികമായിട്ടുള്ളതായ ഡെവലപ്മെന്റ് ഉണ്ട്, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഇപ്പൊ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചാൽ, എൻ്റെ ഭാര്യ ഷൈനി, പുള്ളിക്കാരി ഒരു AG പാസ്റ്ററുടെ മോളാണ്. എനിക്ക് 2 മക്കളുണ്ട്, ജമീമ, ജെറമായ. മൈ ഡോട്ടർ ജമീമ ഈസ് ഡൂയിങ് ഹെർ ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സ് ആസ് എ മാസ്റ്റേഴ്സ് ഇൻ കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റി ഇൻ ലണ്ടൻ. എൻ്റെ മകൻ ഇപ്പോൾ ഡിഗ്രി പഠനം കഴിഞ്ഞു. പുള്ളിക്കാരൻ അടുത്ത ഫർദർ സ്റ്റഡീസിന് വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കാം. ഓ, വണ്ടർഫുൾ, താങ്ക് യു സാറേ. സാറേ, നമ്മൾ ഏകദേശം ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പം സാറെങ്ങനെയാണ് സാറിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് സെൻസ് ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്? അതിലുപരി ഈ ഒരു കോൺവെർസേഷനകത്ത് ഇനി എന്തെങ്കിലും സാറിന് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നവരോട് പറയാനായിട്ടുണ്ടോ? എന്തെങ്കിലും നമ്മുടെ ജനത്തോട്? നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ഓർഡിനറി പീപ്പിൾ എക്സ്ട്രാ ഓർഡിനറി കോളിംഗ്. സാറ് വളരെ സാധാരണ സാഹചര്യത്തിലൂടെ കടന്നു വന്ന് ആ ദൈവത്തിൻ്റെ അസാധാരണ വിളി അനുഭവിച്ച് ആ ഒരു അസാധാരണ നിലയിൽ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ തോന്നും, അയ്യോ, ഇതിനൊന്നും എനിക്ക് യോഗ്യത ഇല്ലായിരുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ കർത്താവ് ഈ ഒരു വലിയൊരു ശുശ്രൂഷ ഏൽപ്പിച്ചു. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് പഠിപ്പിക്കുക മാത്രമല്ല, പ്രസംഗിക്കുക മാത്രമല്ല, സ്തോത്രം, അതിലുപരി അടുത്തൊരു ജനറേഷന് വേണ്ടി എന്തെങ്കിലും എഴുതി വയ്ക്കുക എന്നുള്ള വലിയൊരു ചുമതല സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എഴുത്തെന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഭയങ്കരമായിട്ട് ഡിസിപ്ലിനും അതിന് വേണ്ടി ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഒരു പ്രസംഗം അരമണിക്കൂർ കൊണ്ട് തീരും. പക്ഷേ എഴുതി വെക്കുന്ന ഒരു സംഭവം അത് ജനറേഷൻസ് വേണ്ടിയുള്ളതാണ്, അടുത്ത തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിലും അനേകർ വായിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പം സാറിൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു സാധാരണ നിലയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഒരു അസാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും അവസാനമായിട്ട് അല്പം ഒന്ന് പറയാനായിട്ടുണ്ടോ? നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് വരികയാണ്. ആ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരോടും പറയാം. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ദൈവം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്?
ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നാം പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരാള് റൂമിലിരുന്നു കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി യഥാർത്ഥമായിട്ടും വെളിപ്പെടുന്നത്. അങ്ങനെ ഒരു ചിന്താഗതിയാണ് എന്നെ ലേസിയാകാതെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭകളിലുള്ളതായ വിശ്വാസികൾ, സമൂഹത്തിലുള്ളതായ മനുഷ്യർ, നമ്മുടെ രാഷ്ട്രത്തിലുള്ളവർ നമ്മുടെ ലേസിനെസ് വെടിഞ്ഞ് പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പക്ഷം നമ്മുടെ സഭകൾ വർദ്ധിക്കും, നമ്മുടെ ഫാമിലികൾ പ്രോസ്പറായി തീരുവാനിടയായിത്തീരും, നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ ഉൾക്കാഴ്ച നമുക്ക് നൽകിക്കൊടുക്കുവാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായി തീരുവാനിടയായിത്തീരും. ആയതുകൊണ്ട് ഞാൻ എപ്പോഴും കമ്പൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയും പ്രവൃത്തിയും. ഓക്കെ, സോ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ വർഷിപ്പ് എന്ന് പറയുമ്പോൾ I heard that word itself came from workship. Work is very important. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തെ പഠിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കും. ഹി വാസ് എ വർക്കർ. യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ മനസ്സിലായിരുന്നു, ഹി വാസ് എ വർക്കർ ഓഫ് ഗോഡ്. അതിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്ന ജോൺ ചാപ്റ്റർ 5 17, 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് മൈ ഫാദർ ഈസ് വർക്കിംഗ്, ഐ ആം ഓൾസോ വർക്കിംഗ്. ജസ്റ്റ് ആസ് മൈ ഫാദർ ഈസ് വർക്കിംഗ്, ഐ ആം ഓൾസോ വർക്കിംഗ്. അതുപോലെ തന്നെ ജോൺ ചാപ്റ്റർ 9 യേശു പറയുന്നത്, ആസ് ലോങ് ആസ് ദർ ഈസ് ഡേ വി മസ്റ്റ് വർക്ക്, ബട്ട് ദർ ഈസ് എ time coming, dark time coming, then we cannot work. That Yesu Christu was a worker. He was not simply a preacher. He was not simply a teacher, but rather a working teacher and a working preacher. ആ പ്രിൻസിപ്പിൾ നമ്മുടെ സഭകളില്, സമൂഹങ്ങളില് കടന്നു വരുവാനിടയായിത്തീരണം. നമ്മുടെ ലേസിനെസ് എല്ലാം മാറുവാനിടയായിത്തീരണം. Let us work more hard and hard so that God's name may be glorified through us. വളരെ മനോഹരമായ ഒരു സന്ദേശമാണ്, വളരെ മനോഹരമായ ഒരു സന്ദേശം. ദ കോറിലേഷൻ ഓഫ് വർക്ക് ആൻഡ് പ്രയർ. താങ്ക് യു സാറേ. ഇത്രയും സമയം ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ചതിൽ വളരെ സന്തോഷം. സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെച്ചു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാറിൻ്റെ ശുശ്രൂഷയിലും സാറിൻ്റെ എല്ലാ മേഖലയിലും ദൈവ സാന്നിധ്യം കൊണ്ട് സാറിനെ ദൈവം നിറയ്ക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം തന്നെ സാറിൻ്റെ കുടുംബത്തോടൊക്കെ കൂടെ ഇരിക്കട്ടെ. ഞങ്ങളോടൊപ്പം വന്ന് സംബന്ധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ക്രൈസ്റ്റ് സെൻറ്റർ ചർച്ച് സിഡ്നിയിലുള്ള ഈ സഭ സാറിനോട് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സാർ. ഗോഡ് ബ്ലെസ് യു.